ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമയുടെ ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ ആണല്ലോ നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബോക്സ് ഓഫീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക എന്ന കല്യാണി പ്രിയദർശൻ ചിത്രം ഇന്ന് സെപ്റ്റംബർ 8 കളക്ഷനോടൊരു വിദൂര സാധ്യത ഉണ്ടെങ്കിൽ പോലും നാളെയോടെ 200 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമ കൂടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ മലയാള സിനിമയുടെ 4ാമത്തെ 200 കോടി വേൾഡ് വൈഡ് ഗ്രോസ് വെറും 1.5 വർഷത്തിനിടയിൽ കാണാനായിട്ട് ഒരുങ്ങുകയാണ്. മഞ്ഞുമൽ ബോയ്സിലൂടെ മലയാള സിനിമ ആദ്യമായിട്ട് 200 കോടി കളക്ഷൻ കടന്ന് പിന്നീട് ഈ വർഷം 2 മലയാളം സിനിമയിലൂടെ, അതും നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകളിലൂടെ 200 കോടിയിലധികം കളക്ഷൻ കണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ലോകയിൽ എത്തി നിൽക്കുമ്പോൾ ഈ വർഷം മലയാള സിനിമ 3 തവണയാണ് 200 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ കാണുന്നത് എന്നൊരു പ്രത്യേകത കൂടി ലോകയുടെ 200 കോടി കളക്ഷൻ നേട്ടത്തിനുണ്ട്. 2025 ഈ വർഷം മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമ 2ാമതായിട്ട് 200 കോടി കളക്ഷൻ കണ്ടത്. ഒപ്പം ഈ വർഷത്തിലെ ആദ്യത്തെ 200 കോടി കളക്ഷൻ കണ്ടത്. തൊട്ട് പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു ലാലേട്ടൻ സിനിമ തുടരും എന്ന സിനിമ 2ാമതായിട്ട് 200 കോടി കളക്ഷൻ കാണുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴത്തെ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ലോക കൂടി 200 കോടി കളക്ഷൻ കാണുന്നതോടെ ഈ വർഷം മലയാള സിനിമ 200 കോടി കളക്ഷന്റെ കാര്യത്തിൽ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു 200 കോടി കളക്ഷൻ ഉൾപ്പെടെ ഒരുപാട് 100 കോടി കളക്ഷനാണ് കണ്ടതെങ്കിൽ ഈ വർഷം 200 കോടിയുടെ ചാകരയാണ് മലയാള സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ മലയാള സിനിമ വളർന്നു കഴിഞ്ഞു എന്നാണ് ഈ ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. മാസങ്ങൾക്ക് മുന്നേ ലാലേട്ടൻ സിനിമകൾ 200 കോടി കളക്ഷൻ നേടിയെടുത്തപ്പോൾ കമന്റ് ബോക്സിൽ ഒരുപാട് കാണാൻ കഴിഞ്ഞ ഒരു കമന്റ് ആയിരുന്നു, മലയാള സിനിമ ബോക്സ് ഓഫീസിലൂടെയല്ല വളരുന്നത്, മറിച്ച് നല്ല സിനിമകളിലൂടെ, അവാർഡുകൾ നേടിയെടുക്കുന്നതിലൂടെ, കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളിലൂടെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞവർ ഇപ്പോഴും അതിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. എന്തായാലും മലയാള സിനിമ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇനി കാത്തിരിക്കൂ ലോക ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തുമെന്ന് അറിയുവാനായിട്ട്. കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾ കേട്ടാം.